ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ 2 മാസം മുന്നേ ഒരു പുഡിംഗ് ഫെസ്റ്റ് ഉണ്ടായിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, ആ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ആ പുഡിങ്ങിൻ്റെ ഫോട്ടോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്ക്. അതേപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ആക്കി കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിതാ ഒരു ബൗൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ നമ്മളെ ജലാറ്റിൻ്റെ പൗഡറില്ലേ, അത് ഞാൻ 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വലിയൊരു ബോക്സിൽ 5 ചെറിയ പാക്കറ്റാട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമാണ് കേട്ടോ വേണ്ടത്. ഇനിതാ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോഫി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഇടുക. ഞാനിപ്പം ആ വെള്ളത്തിൽ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ കോഫി പൗഡർ ഇടുന്നത്. ഇനി ഇതിട്ടിട്ട് ഒന്ന് മിക്സാക്കി വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയാൽ മാത്രം മതി കേട്ടോ, കോഫി ഒന്ന് അതിൽ മെൽറ്റായി വരേണ്ടിയിട്ടാണ്. ഇനി ഇതാ ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് ക്രീമി കാരമലാണ് കേട്ടോ. ഇതിൽ 2 പാക്കറ്റ് ഉണ്ടാവും, ഒന്ന് പൗഡർ ഉണ്ടാവും, ഒന്ന് സോസും ഉണ്ടാവും. അപ്പോൾ ഈ കോഫി മിക്സിൽ നമ്മൾ ഈ സോസ് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ സോസ്, നല്ല രസമുണ്ട്. ഈ കോഫി മിക്സിൽ നമ്മൾ ഈ സോസ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറായിട്ട് മാറും കേട്ടോ. സോസ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഞാൻ 2 ലെയർ പുഡിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഇനി ഇതാ നമുക്ക് നെക്സ്റ്റ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പം പ്രിസ്റ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതൊരു ബൗളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, അധികം ഓവർ വേണ്ട. നമ്മൾ എത്ര പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അതുപോലെ മതി കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ വേറെ ഷുഗറൊന്നും ഇതിനകത്ത് ആഡ് ആക്കുന്നില്ല. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം മാത്രമാണ് കേട്ടോ ഇതിലുള്ളൂ. അപ്പോൾ ഇതാ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അത് ഞാൻ ഒരു ടിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അൽമറായിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ജലാറ്റിന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സാക്കിയാൽ മതി, ബീറ്ററിനെ കൊണ്ടൊന്നും ബീറ്റ് ചെയ്യണമെന്നില്ല. സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റാക്കാൻ തുടങ്ങാം. ഞാനിതാ പുഡിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ബിസ്ക്കറ്റാണ് കേട്ടോ. ഞാനിവിടെ മെരി ഗോൾഡ് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മെരി ഗോൾഡ് ബിസ്ക്കറ്റ് ആകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ പുഡിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റ് കൊടുക്കുക. എന്നിട്ട് ആ ബിസ്ക്കറ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കോഫി മിക്സിലെ അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ പുഡിംഗ് ട്രേയിലൊന്ന് വെച്ച് കൊടുക്കുക. പുഡിംഗ് ട്രേയിൽ ഞാൻ ബിസ്ക്കറ്റ് എല്ലാം ഇതിനകത്ത് ടിപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഫസ്റ്റ് ലെയറിൻ്റെ ബിസ്ക്കറ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ നനയാത്ത ഭാഗം ഉണ്ടാവില്ലേ, അവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം മിക്സില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് സ്പൂൺ വെച്ചിട്ട് എല്ലാവരും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക.
അങ്ങനെ നമ്മളെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പം വേഗം തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടം പോലെ ടൈമുള്ള പോലെ ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തത്. അപ്പോൾ ഇത് എത്രത്തോളം ഫ്രിഡ്ജിൽ തണുത്ത് നിൽക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ പുഡിങ്ങിന്. ഇതിൻ്റെ മുകളിൽ ഇനി ഒരു ലെയറും കൂടി സെറ്റാക്കാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിലൊരു 10 മിനിറ്റ് ഒന്ന് വെക്കാൻ പോക്കാന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്, നിങ്ങളാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാൻ വീണ്ടും പറയാം. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് വരാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റാക്കാം. അതിന് നമ്മൾ നേരത്തെ എടുത്ത ക്രീമി കാരമലില്ലേ, അതിൻ്റെ ഒരു പൗഡർ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ പൗഡർ. ഇതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ചൂടാക്കി എടുക്കാം. ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു ടിന്ന് ഫ്രഷ് ക്രീം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനും അൽമറായിൻ്റെ ഫ്രഷ് ക്രീം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു ടിന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം യൂസ് ആക്കുമ്പോഴാണ് കേട്ടോ ഇതിന് യഥാർത്ഥ ടേസ്റ്റ് വരാം. ഞാൻ ഫ്രഷ് ക്രീം ഇല്ലാണ്ട് ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം വലിയ വ്യത്യാസമില്ല, എന്നാലും ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ രസം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച കണ്ടൻസ്ഡ് മിൽക്കില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ ഷുഗർ ഞാൻ ചേർത്തിട്ടേ ഇല്ല, മൊത്തം കണ്ടൻസ്ഡ് മിൽക്കിനെ കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് കാണുമ്പോൾ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും ഇത് ഈസി തന്നെയാണ് കേട്ടോ. ഒരു ലെയർ സെറ്റാക്കിയ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയർ സെറ്റാക്കി വെത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ജലാറ്റിനില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ പുഡിങ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്. ഒരുപാട് ഫ്ലേവർ ഉള്ള പോലെ തോന്നിപ്പോവും. ജലാറ്റിന് ഇട്ടുകൊടുത്ത ശേഷം ബീറ്ററിനെ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ലെയറിന് നമ്മൾ ബിസ്ക്കറ്റ് അല്ല യൂസ് ആക്കിയത്. ഇതിപ്പോൾ സെക്കൻഡ് ലെയറിന് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ഞാൻ സൈഡിലൊന്ന് കട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പുഡിംഗ് ട്രേൻ്റെ വലിപ്പം നോക്കിയിട്ട് ബ്രെഡൊക്കെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ പുഡിംഗ് ട്രേക്ക് പറ്റിയതാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ സെറ്റാക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ കോഫി മിക്സില്ലേ, അതിലേക്ക് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കട്ടോ. ഈ പ്രസ്സാക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് അങ്ങനെ അതിൻ്റെ സെക്കൻഡ് ലെയറിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് പൊങ്ങി വരും. അത് നനച്ച ബ്രെഡല്ലേ, അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഞാനെല്ലാം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് വരാം. അങ്ങനെ ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. ഞാൻ പുഡിംഗ് ഫെസ്റ്റിൻ്റെ അന്ന് നട്ട്സ് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം ഞാൻ പ്ലെയിൻ തന്നെയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ ക്രീമി കാരമൽ പൗഡറിൻ്റെ മിക്സില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി ഞാൻ അപ്ലോഡ് ആക്കാൻ കാരണം എന്നോട് ഒരുപാട് പേര് ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പറഞ്ഞ യൂട്യൂബിൽ അപ്ലോഡ് ആക്കാമെന്നായിരുന്നു. അപ്പം കുറേ ആയി പുഡിംഗ് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുവരെ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല. എനിക്കിപ്പോൾ സാഹചര്യം ഒത്തു വന്നത് അപ്ലോഡ് ആക്കാമെന്നുള്ളത്. അപ്പം കുറച്ച് മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ മടിയായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സമയം ഫ്രീസറിൽ വെക്കാൻ പോകുന്നുണ്ട്. ഞാൻ വീണ്ടും പറയാം, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ എൻ്റെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് പിസ്തയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ പുഡിംഗ് ഫെസ്റ്റിന് വേറെ രീതിയിലായിരുന്നു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.